ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ ഐഫോൺ 17 പ്രോ കഴിഞ്ഞ 10 ദിവസങ്ങളിലേറെയായിട്ട് എൻ്റെ കയ്യിൽ സിം ഇട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ നിരവധി ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്തു. എങ്ങനെയുണ്ട് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ്, ഇതിൻ്റെ ഒരു ക്യാമറ റിവ്യൂ, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. മുൻകാലങ്ങളിലൊക്കെ ഐഫോണുകളിൽ സെൽഫിക്ക് ആപ്പിൾ കാര്യമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെയും സാധാരണ മുൻപുള്ള ഐഫോണുകളൊക്കെ ഉപയോഗിച്ചിരുന്ന പലരും ഇതുപോലെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് സ്വയം കാണാതെ തന്നെ സെൽഫി ഫോട്ടോകളും സെൽഫി വീഡിയോകളും എടുത്തിരുന്നു. കാരണം സെൽഫി ക്യാമറ അത്ര കണ്ട് ആശ്രയിക്കാൻ സാധിച്ചിരുന്നില്ല മുൻകാലങ്ങളിൽ. എന്നാൽ ഐഫോൺ 17 പ്രോ സീരീസിലേക്ക് വന്നപ്പോൾ ആ ഒരു പ്രശ്നം കാര്യമായിട്ട് ആപ്പിൾ പരിഹരിച്ചു എന്ന് വേണം പറയാൻ. ഇത്തവണ കഴിഞ്ഞ കാലങ്ങളിലെ 12 മെഗാ പിക്സലിൽ നിന്ന് 18 മെഗാ പിക്സലിലേക്ക് ക്യാമറ സെൻസർ അപ്ഗ്രേഡ് ചെയ്യുകയും അതുപോലെ സെൽഫി ക്യാമറ ഒരു സ്ക്വയർ സെൻസറാക്കി കൊണ്ടുവരികയും ചെയ്തു. ഇത്തരത്തിലൊരു സ്ക്വയർ സെൻസറായി കൊണ്ടുവന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ലാൻഡ്സ്കേപ്പ് വീഡിയോകളും ഫോട്ടോകളും അതുപോലെ പോർട്രേറ്റ് വീഡിയോകളും ഫോട്ടോകളും ഫോണിന്റെ ഓറിയന്റേഷൻ മാറ്റാതെ തന്നെ ഒരേ രീതിയിൽ പിടിച്ചുകൊണ്ട് ലാൻഡ്സ്കേപ്പോ അല്ലെങ്കിൽ പോർട്രേറ്റോ നമുക്ക് ഷൂട്ട് ചെയ്യാമെന്നുള്ളതാണ്. ആ ഒരു സ്ക്വയർ സെൻസറാണ് ഇതിന് സഹായിക്കുന്നത്. മാത്രമല്ല സെന്റർ സ്റ്റേജ് സെൽഫി ക്യാമറ എന്നാണ് ഇത്തവണത്തെ സെൽഫി ക്യാമറ അറിയപ്പെടുന്നത് തന്നെ. അതങ്ങനെ വിളിക്കാനുള്ളൊരു കാരണം നമ്മൾ സെൽഫി എടുക്കുന്നവരുടെ എണ്ണം അനുസരിച്ചുകൊണ്ട് ഫ്രെയിം ഓട്ടോ അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ ഒരാൾ മാത്രമാണെങ്കിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സെൽഫി, ആ സെൽഫിയിലേക്ക് മറ്റൊരാൾ കൂടി വരുമ്പോൾ കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ഒരു സെൽഫി, ഇത്തരത്തിൽ ഫ്രെയിം ഓട്ടോ ഫ്രെയിം ചെയ്തുകൊണ്ട് സെന്ററിൽ സെൽഫി എടുക്കുന്ന ആളെ നിർത്തി ഓട്ടോ ഫ്രെയിം ചെയ്തുകൊണ്ടുള്ള ഒരു രീതിയൊക്കെ ഇത്തവണ വന്നുകൊണ്ടാണ് ഇത്തരത്തിൽ സെന്റർ സ്റ്റേജ് സെൽഫി എന്ന് ആപ്പിൾ ആ ഒരു സെൽഫി ക്യാമറയെ വിളിക്കുന്നത് തന്നെ. ആ അത്തരം ഓട്ടോ ഫ്രെയിമിംഗ് നേരത്തെ തന്നെ സാംസങ് ഫോണുകളിലൊക്കെ കൊണ്ടുവന്ന ഫീച്ചറാണെന്ന് ഓർക്കണം. കഴിഞ്ഞ പ്രാവശ്യം 12 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ സെൻസർ ആയിരുന്നു ഐഫോൺ 16 പ്രോ മാക്സ് ഫോണിൽ കൊടുത്തിരുന്നത്. എന്നാൽ ഇത്തവണ ബാക്കിലുള്ള 3 ക്യാമറകളും 48 മെഗാ പിക്സലിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറയുന്നത് ടെലിഫോട്ടോ നമുക്ക് ഹൈ ക്വാളിറ്റിയിൽ ഫോട്ടോകളും വീഡിയോകളും എടുക്കാം. 8x സൂം ചെയ്ത് വരെ നമുക്ക് ഒപ്റ്റിക്കലി സൂം ചെയ്ത് ക്വാളിറ്റി ലോസ് ഇല്ലാതെ 8x ഫോട്ടോകളും വീഡിയോകളും ഇത്തവണ ഐഫോൺ 17 പ്രോ മാക്സ് ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാം. ഈ ഒരു ഫോണിന്റെ ബാക്കിൽ 3 ക്യാമറകൾ ഉണ്ടെങ്കിലും 5 വ്യത്യസ്ത ലെൻസ് രീതിയിൽ നമുക്ക് ഫോട്ടോകളും വീഡിയോകളും ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാം. അതായത് 0.5x 1x 2x 4x 8x എന്നീ 5 രീതികളിൽ നമുക്കിപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോകളും വീഡിയോകളും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. വീഡിയോയും ഫോട്ടോകളും 8x വരെ നമുക്ക് ഒപ്റ്റിക്കലി സൂം ചെയ്തുകൊണ്ട് എടുക്കാം. എന്നാൽ വീഡിയോകൾ 24x വരെ ഡിജിറ്റലി സൂം ചെയ്തുകൊണ്ടും 40x വരെ ഡിജിറ്റലി സൂം ചെയ്തുകൊണ്ട് ഫോട്ടോകളും എടുക്കാം. ഈ കാണുന്ന ഫോട്ടോ അത്തരത്തിൽ 40x സൂം ചെയ്തുകൊണ്ട് എടുത്ത ഫോട്ടോയാണ്. 40xലൊക്കെ സൂം ചെയ്ത് ഫോട്ടോ എടുക്കുമ്പോൾ അത്ര വലിയ ക്വാളിറ്റി ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ളതും ഓർക്കണം. പക്ഷേ നമുക്ക് 8x വരെ ഒരുവിധം ക്വാളിറ്റി ലോസ് ഇല്ലാതെ തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ് ലഭിക്കുന്നത്. ഓക്കെ, അങ്ങൊരു ഷിപ്പ് കിടക്കുന്ന നോക്കി കണ്ടോ, നമുക്കൊന്ന് സൂം ചെയ്യാം. ഇതിപ്പോൾ സൂം ഔട്ട് ഫുൾ വൈഡ് സൂം ചെയ്യുന്നു. ഷിപ്പ് ഇപ്പോൾ 4 കഴിഞ്ഞു, 8x സൂമിലേക്ക് വന്നു, 24x. ഓക്കെ, ആ ഷിപ്പിൽ കെട്ടിയിരിക്കുന്ന കയർ വരെ കാണാം. ക്യാമറയുടെ സ്ലോ മോഷൻ മോഡിലേക്ക് വന്നാൽ നമുക്ക് മാക്സിമം 4K റെസൊല്യൂഷനിൽ 120 FPS നമുക്ക് സ്ലോ മോഷൻ വീഡിയോകൾ എടുക്കാം. ഇത് ഞാൻ അത്തരത്തിൽ 120 FPS 4Kയിൽ ഷൂട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ, അതായത് 4K 120 FPSൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം 1xലും അതുപോലെ 2x സൂമിലും മാത്രമാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് 1x 2x. ബാക്കി ലെൻസുകളൊന്നും ഈ പറയുന്ന 4K 120 FPS സപ്പോർട്ട് ചെയ്യില്ല. ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 4K 120 FPS വീഡിയോകളും അതുപോലെ സെൽഫി ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം 4K 60 FPS വീഡിയോകളുമാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഈ ഒരു ഫോൺ നമ്മൾ ആദ്യമായിട്ട് വാങ്ങുമ്പോൾ ഇതിൻ്റെ ക്യാമറ സെറ്റിംഗ്സിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും നമ്മൾ വരുത്തിയില്ലെങ്കിൽ സാധാരണ ഒരു 25,000 30,000 ഫോണിലൊക്കെ ഇതിൽ നിന്നും മികച്ച ഫോട്ടോ ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയൊക്കെ ചിലപ്പോൾ ലഭിച്ചെന്നിരിക്കും. പക്ഷേ ഈ ഫോണിൻ്റെ ക്യാമറ സെറ്റിംഗ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിരവധി കാര്യങ്ങൾ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ബൈ ഡിഫോൾട്ട് ഈ ഒരു ഫോണിൽ എടുക്കുന്ന വീഡിയോകളുടെ കാര്യം പറഞ്ഞാൽ തന്നെ സ്റ്റോറേജ് സ്പേസ് പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ടി ലോ ക്വാളിറ്റിയിലുള്ള അല്ലെങ്കിൽ ഫയൽ സ്റ്റോറേജ് കുറവ് വരുന്ന രീതിയിലുള്ള വീഡിയോ ഫോർമാറ്റൊക്കെ ആയിരിക്കും ബൈ ഡിഫോൾട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ സെറ്റിംഗ്സിലേക്ക് കയറി ഇത്തരത്തിൽ വീഡിയോകളുടെയും ഫോട്ടോയുടെയൊക്കെ സെറ്റിംഗ്സ് നമ്മൾ ചേഞ്ച് ചെയ്താൽ ഹൈ ക്വാളിറ്റി ഫോട്ടോയും അതുപോലെ ഹൈ ക്വാളിറ്റി വീഡിയോയും ഈ ഒരു ഫോണിനകത്ത് എടുക്കാൻ സാധിക്കും. അത്തരത്തിൽ എടുക്കാത്തവർക്ക് ഇതൊരു സാധാരണ ക്യാമറ പെർഫോമൻസ് പോലെ നമുക്ക് തോന്നും. ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു ഫോണിനകത്ത് 48 മെഗാ പിക്സലിൽ തന്നെ നമുക്ക് റോ ഫോട്ടോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സാധാരണ 24 മെഗാ പിക്സലൊക്കെയാണ് ഇതിനകത്ത് ഫോട്ടോ വരുന്നത്. അതിനകത്ത് കളറൊക്കെ കാണും, നമ്മൾ കാണുന്ന കളർ അതുപോലെ തരും. എന്നാൽ നമ്മൾ റോ ഫോട്ടോ ഈ പറയുന്ന 48 മെഗാ പിക്സലിൽ എടുത്താലുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് ക്വാളിറ്റി ലോസ് ഇല്ലാതെ നമുക്ക് ഫോട്ടോ തരുന്നു. അതിനകത്ത് കളറൊക്കെ വാഷ് ഔട്ടായിട്ടായിരിക്കും നിൽക്കുന്നത് ഒരു പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ കളർ ട്യൂൺ ചെയ്തുകൊണ്ട് ഫോട്ടോകളെ അടിപൊളിയാക്കി എടുക്കാൻ
സാധിക്കും. പലരും ഐഫോണിൽ എടുക്കുന്ന മികച്ച ഫോട്ടോകൾ നമ്മൾ കാണുന്നതൊക്കെ ഇത്തരത്തിൽ ട്യൂക്ക് ചെയ്തെടുക്കുന്ന ഫോട്ടോകളാണ്. ഇത് തരുന്ന ഫോട്ടോ ഒരുപക്ഷെ അത്രയും ബെറ്റർ അല്ലെങ്കിലും ഈ പറയുന്ന സെറ്റിംഗ്സ് ചേഞ്ച് വരുത്തിയാൽ മികച്ച ഫോട്ടോകൾ നൽകാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ ഫോണിൻ്റെ വീഡിയോ എന്ന് പറയേണ്ടി വരും. കാരണം ഇത്തവണ ഐഫോൺ 17 പ്രോ സീരീസുകളിൽ നമുക്ക് ProRes RAW ഫോമാറ്റിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആപ്പിൾ ലോഗ് 2ലും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്താലുള്ള ഗുണമെന്ന് പറയുന്നത് ലോഗ് ഫോമാറ്റിലൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്താൽ ഈ പറയുന്നത് നമുക്ക് ഇഷ്ടത്തിന് അതിനെ കളർ ഗ്രേഡ് ചെയ്ത് ഒരു DSLR ക്യാമറയിൽ നിന്ന് കിട്ടുന്ന ഔട്ട് പോലെയൊക്കെ മാറ്റിയെടുക്കാൻ അത്തരം ഫോർമാറ്റുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ഇതൊന്നും ഉപയോഗിക്കാത്ത സാധാരണ ഐഫോൺ വാങ്ങി വെറുതെ ഇതിൻ്റെ ക്യാമറ വെച്ച് ഒരുപക്ഷെ ഫോട്ടോകളോ വീഡിയോകളോ എടുത്താൽ അത്തരം ഫോട്ടോകളും വീഡിയോകളും നിങ്ങളെ അത്ര കണ്ട് ഒരുപക്ഷെ ത്രസിപ്പിക്കില്ല എന്ന് വേണം പറയാൻ. എനിക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എടുത്ത ഫോട്ടോകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ പോർട്രേറ്റ് മോഡാണ്. ഒരു രക്ഷയില്ല പോർട്രേറ്റ് മോഡ്. അതായത് 4x വരെ നമുക്ക് ഒപ്റ്റിക്കൽ സൂം ചെയ്തുകൊണ്ട് പോർട്രേറ്റ് ഫോട്ടോകൾ ഈ ഒരു ഫോണിനകത്ത് എടുക്കാൻ പറ്റും. പക്ഷേ 1x 2x 4x പക്ഷേ ആ ഫോട്ടോകൾ ഒരു രക്ഷയില്ല. ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. അതുപോലെ എഡ്ജ് ഡിറ്റക്ഷനൊക്കെ അടിപൊളിയാവുന്നുണ്ട്. നമ്മളിതിൻ്റെ പോർട്രേറ്റ് മോഡ് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നോർമൽ ഫോട്ടോസ് ആരും എടുക്കത്തില്ല. കൂടുതൽ പേരും പോർട്രേറ്റ് ഫോട്ടോകൾ ഇതിലെടുക്കും. അത്രയും ബെറ്റർ. ഒരു DSLR ലൈക്ക് ക്വാളിറ്റി കിട്ടണമെങ്കിൽ അത് പോർട്രേറ്റ് മോഡിൽ തന്നെ നമ്മൾ ഫോട്ടോ എടുക്കണം. അതിനി ഒരു പൂവിൻ്റെ ആയാലും ഒരു മനുഷ്യൻ്റെ ആയാലും പോർട്രേറ്റ് ഫോട്ടോകൾ എടുക്കുമ്പോഴാണ് ആ ഒരു ഹൈ ക്വാളിറ്റി, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡെപ്ത് കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത്. ഇത് ഞാൻ ഈ ഒരു ഫോണിൻ്റെ സിനിമാറ്റിക് മോഡ് ഇട്ടുകൊണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് നമുക്ക് നല്ല രീതിയിൽ ഫോക്കസിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് നല്ല ബ്ലെയർ കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ 1x എന്നാൽ ഇപ്പോൾ 2x മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫോക്കസ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ഓക്കെ, ഞാൻ ടച്ച് ചെയ്തുകൊണ്ട് നോക്കിയാൽ ബാക്കിലേക്ക് ഞാൻ ഫോക്കസ് സ്വിച്ച് ചെയ്തു. ഇപ്പോൾ നല്ല ആ ഒരു എന്താ പറയുക ആ ഫോക്കസ് ഡിഫറൻസ് കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്തൂടെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഫ്രണ്ടിൽ ഒബ്ജക്റ്റിലേക്ക് വീണ്ടും ടച്ച് ചെയ്തുകൊണ്ട് ഫോക്കസ് മാറ്റുന്നു. ബാക്കിലേക്ക് ടച്ച് ചെയ്തുകൊണ്ട് ഞാൻ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു സിനിമാറ്റിക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന തരത്തിൽ നമുക്ക് അത്തരത്തിൽ ഇതുപോലെ ഷൂട്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ സിനിമാറ്റിക് മോഡ് എന്ന് തന്നെ വിളിക്കുന്നത്. ക്യാമറയിലേക്ക് വന്ന മറ്റൊരു പുതിയ ഫീച്ചറാണ് ഡ്യുവൽ ക്യാപ്ചർ സംവിധാനം. അതായത് ഫോണിൻ്റെ ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും ഒരുമിച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. പക്ഷേ അതിനകത്ത് നമ്മൾ ആ ഒരു സെൽഫി ക്യാമറയുടെ പൊസിഷനിങ് നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പക്ഷേ ആ ഒരു റെക്കോർഡ് ചെയ്യപ്പെടുന്ന വീഡിയോയിൽ ആ ഒരു ഫ്രെയിം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും എന്നുള്ളൊരു കുറവാണ്. അതുപോലെ സാംസങ്ങിലൊക്കെ ഇത്തരം ഒരു ഡ്യുവൽ ക്യാപ്ചർ ഫീച്ചർ നേരത്തെ തന്നെ വന്നതാണ്. പക്ഷേ സാംസങ്ങിലൊരു ഗുണമെന്ന് പറയുന്നത് സെൽഫി ക്യാമറയിൽ എടുക്കുന്ന വീഡിയോയും ബാക്ക് ക്യാമറയിൽ എടുക്കുന്ന വീഡിയോയും സെപ്പറേറ്റ് 2 ഫയലായിട്ട് സേവ് ആവും. പിന്നെ അതുകൊണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത് പിന്നീടുള്ള എഡിറ്റിങ്ങിൽ നമുക്ക് സ്വിച്ച് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അത്തരം 2 ഫയൽ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഒരുമിച്ച് ഒറ്റ ഫയൽ മാത്രമാണ് ഐഫോണിൽ ലഭിക്കുന്നത്. പക്ഷേ ഒരു നേട്ടം ഉള്ളത് ഡ്യുവൽ ക്യാപ്ചർ സമയത്ത് സാംസങ് ഫോണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് നമുക്ക് സൂം ചെയ്യാനൊക്കെ സാധിക്കും. അതായത് 0.5x നിന്നും 1x 2x 4x 8x ഒക്കെ സൂം ചെയ്തുകൊണ്ട് ഡ്യുവൽ ക്യാപ്ചർ സമയത്ത് വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ ഈ ഒരു ഫോണിൽ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ലോ ലൈറ്റ് പെർഫോമൻസ്, ഫോട്ടോയിലും വീഡിയോയിലും സെൽഫിയിലുമൊക്കെ ഉള്ള ലോ ലൈറ്റ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇത് ഈ ഫോണിൻ്റെ സെൽഫി ക്യാമറ ലോ ലൈറ്റിലെടുക്കുന്ന വീഡിയോ. ഓക്കെ, ലൈറ്റ് വളരെ കുറവാണ്. ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു ലൈറ്റാണ് ഇവിടെ ഇരിക്കുന്നത്. ആ ലൈറ്റിലാണ് ഞാൻ ഈ ഒരു സെൽഫി വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ലോ ലൈറ്റിലുള്ള ഒരു സെൽഫി വീഡിയോയുടെ ക്വാളിറ്റി ഇതേ ഇത്തരം ആയിരിക്കും. എത്രത്തോളം ഗ്രെയിനൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫോണിൽ കൂടെ കണ്ടിട്ട് എനിക്ക് അത്ര ഇരുട്ടത്ത് കണ്ടിട്ട് എനിക്ക് ഒട്ടും മനസ്സിലാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു ലോ ലൈറ്റ് ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഏകദേശം 500-ലധികം ഫോട്ടോകളും വീഡിയോകളും എടുക്കുകയുണ്ടായി കഴിഞ്ഞ ഒരു 10 ദിവസത്തെ കാലയളവിനുള്ളിൽ. എനിക്കിതിനകത്ത് എടുത്തതിലൊരു 75% ഫോട്ടോകളും വീഡിയോകളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാൽ ഒരു 25% ഫോട്ടോകളും വീഡിയോകളും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നല്ല ബ്രൈറ്റ് ലൈറ്റിൽ എടുക്കുന്ന ഫോട്ടോകളും വീഡിയോകളും അടിപൊളിയാവുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ ആ സ്കൈയൊക്കെ കാണുന്ന രീതിയിൽ നല്ല ബ്രൈറ്റായിട്ട് നമ്മൾ ഫോട്ടോകളും വീഡിയോകളൊക്കെ എടുത്താലും നല്ല ആ ഒരു ക്ലൗഡ്സ് എല്ലാം നല്ല കൃത്യമായിട്ട് വൈറ്റ് ക്ലൗഡ്സും ബ്ലൂ സ്കൈയും ഒക്കെ കൃത്യമായിട്ട് വേർതിരിച്ച് ആ ഒരു HDR എഫക്റ്റ് ബെറ്ററായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം, നമ്മൾ സൺലൈറ്റിന് അഭിമുഖമായിട്ട് നിന്ന് നമ്മൾ സെൽഫി എടുത്താൽ പോലും നമ്മളുടെ മുഖം കൃത്യമായിട്ട് വിസിബിൾ ആവും. അതുപോലെ ബാക്കിലെ ക്ലൗഡ്സും കൃത്യമായിട്ട് വിസിബിൾ ആവുന്നുണ്ട്. അപ്പോൾ ബ്രൈറ്റ് ലൈറ്റിൽ നല്ല ഫോട്ടോകളും വീഡിയോകളുമാണ് എടുക്കുന്നത്. എന്നാൽ ലോ ലൈറ്റിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഈ ഫോണിൻ്റെ ക്യാമറയും ചെറുതായി പതർന്നത് കാണാം. അതുപോലെ വർഷങ്ങളായിട്ട് ഐഫോൺ ഉപഭോക്താക്കൾ പറയുന്ന ഒരു പരാതിയുണ്ട്. ലൈറ്റ് ഡയറക്റ്റ് ലെൻസിലേക്ക് അടിക്കുമ്പോൾ കാണുന്ന ഗ്ലെയർ, അത് സാധാരണ ആൻഡ്രോയിഡ് ഫോണുകളൊന്നും ഇത്രയൊന്നും വരാറില്ല. അത് ഇപ്പോഴും ഈ ഒരു ഫോണിലും തുടരുന്നുമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലുള്ള മികച്ച മാക്രോ ഫോട്ടോകൾ നമുക്ക് എടുക്കാൻ സാധിക്കുന്നു. എന്തായാലും ഈ ഒരു ഫോണിൻ്റെ മൊത്തത്തിലുള്ളൊരു ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും കഴിഞ്ഞ വർഷത്തെ 16 പ്രോയേക്കാളും കാര്യമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ബാക്ക് ക്യാമറ. എടുത്തു പറയേണ്ട കാര്യം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സെൽഫി ക്യാമറയുടെ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം. സെൽഫി ക്യാമറയിൽ നല്ല സ്റ്റെബിലൈസേഷനും വന്നിട്ടുണ്ട്. ഈ കാണുന്ന വീഡിയോ അതിനൊരു ഉദാഹരണം.
കാരണമാണ്. ഞാൻ ഓടിക്കൊണ്ടാണ് ഈ ഒരു സെൽഫി വീഡിയോ എടുത്തിരിക്കുന്നത്. ആ ബാക്കിൽ കാണുന്ന മരങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ആ മരങ്ങൾ അനങ്ങുന്നില്ല. പക്ഷേ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്യാമറയിലൂടെ കാണുന്നത് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ അത് പ്രോസസ്സ് ചെയ്ത് മികച്ച രീതിയിൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള സെൽഫി വീഡിയോ ബാക്ക് ക്യാമറ പോലെ തന്നെ ഇപ്പോൾ നൽകുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ 16 പ്രോയേക്കാളും മികച്ച രീതിയിലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ക്യാമറ വിഭാഗത്തിൽ വന്നിട്ടുണ്ട്, എസ്പെഷ്യലി സെൽഫി ക്യാമറയ്ക്ക്. ഈ പറഞ്ഞ പോലെ ഈ ഫോൺ നിങ്ങൾ വാങ്ങുന്നെങ്കിൽ ഇതിൻ്റെ സെറ്റിങ്സിൽ കയറി പല സെറ്റിങ്സുകളും നമ്മൾ ട്യൂക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു ഫോണിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ എന്ന് വീണ്ടും ഓർമ്മിച്ചുകൊണ്ട് ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.